നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വികാരങ്ങൾക്കും സ്നേഹത്തിനും വില നൽകുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ്. എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ച് ഇതിനു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണ്. സംഖ്യാശാസ്ത്രപ്രകാരം 2-ാം നമ്പറിൻ്റെയും ജ്യോതിഷപ്രകാരം ചന്ദ്രൻ്റെയും സ്വാധീനമുള്ളവരാണ് ബി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാർ. നിശബ്ദമായി തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നവരാണ്. നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ പേര് ബിയിലാണോ തുടങ്ങുന്നത്? ബി എന്ന പേരിൽ തുടങ്ങുന്നവരുടെ ഉള്ളിലെ ആരും അറിയാത്ത രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ബി എന്ന അക്ഷരക്കാർ പൊതുവെ എങ്ങനെയുള്ളവരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, സമാധാനപ്രിയരാണ്, വികാരാധീനരാണ്. ഇവർ കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ വേദന കണ്ടാൽ ഇവർക്ക് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ അല്ലെങ്കിൽ ആശയപരമായ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഹൃദയം കൊണ്ട് ഇവർ അവർക്കൊപ്പം ഇറങ്ങിത്തിരിക്കും. അത് ചില സമയങ്ങളിൽ ഇവർക്ക് ചില്ലറ പണികളൊന്നുമല്ല വാങ്ങിക്കൂട്ടേണ്ടി വരുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ആരുടെയും സങ്കടം അല്ലെങ്കിൽ മനപ്രയാസം അധിക നേരം കണ്ടു നിൽക്കാൻ കഴിവില്ലാത്തവരാണ്. തങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ തങ്ങളുടെ അറിവിൽ വിഷമിക്കുന്ന ഒരു വ്യക്തിയെ എത്തരത്തിൽ സഹായിക്കുമോ അത്തരത്തിലൊക്കെ സഹായിക്കുവാൻ ആത്മാർത്ഥമായി ഇറങ്ങുന്നവരാണ്. സ്വകാര്യത ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണിവർ. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഇവർക്ക് എപ്പോഴും ഇഷ്ടം. വലിയ ബഹളങ്ങളിലോ വിവാദങ്ങളിലോ ഒന്നും ചെന്നുപെടാതെ സ്വന്തം കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്കോ സമയം ചിലവഴിക്കുവാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. എ എന്ന അക്ഷരക്കാർക്ക് ക്ഷമ കുറവാണെങ്കിൽ ഇവിടെ ബി വളരെ ക്ഷമയുള്ളവരാണ്. പെട്ടെന്ന് ആർക്കും ഇവരെ പ്രകോപിപ്പിക്കുവാൻ കഴിയില്ല. നല്ല സംയമനം പാലിക്കുന്ന വ്യക്തികളാണിവർ. ഒരു കാര്യം അവർക്ക് നേരെ ഉണ്ടായാൽ അത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. എടുത്തു ചാടി ഒരു അഭിപ്രായം പറയുകയോ ഒരു പ്രകടനം നടത്തുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ക്ഷമയുടെ അങ്ങേ അറ്റം എത്തിയാൽ ഇവർക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് അടക്കുവാനും കുറേ സമയമെടുക്കും. മറ്റു വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഇവർ അസാമാന്യ ക്ഷമ കാണിക്കും എന്ന് പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു വ്യക്തിയെ വളരെ പെട്ടെന്ന് ഒഴിവാക്കി വിടുവാൻ ഇവർ തയ്യാറാവില്ല. അവർ അയാളെ പഠിച്ച് അയാളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അയാളെ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചതിന് ശേഷമായിരിക്കും ഇവർ ഒഴിവാക്കി വിടുന്നത്. അങ്ങനെ ഈ ബി എന്ന പേരിൽ തുടങ്ങുന്നവർ ഒഴിവാക്കി വിടുന്ന ഒരു വ്യക്തിയെയും പിന്നീടുള്ള ജീവിതത്തിൽ ഇവർ തിരികെ കൂട്ടുകയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ബി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വ്യക്തികളുമായി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരോട് സത്യസന്ധമായി ഇടപെടുവാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് അവർ മനസ്സിലാക്കും. പക്ഷേ അവർ പെട്ടെന്ന് പ്രതികരിക്കില്ല. അവർ ക്ഷമിച്ച് കാത്തിരിക്കും. അവർക്ക് ക്ഷമ കെടുന്ന സമയത്ത് നിങ്ങളെ പൂർണ്ണമായിട്ടും ഗെറ്റവിട്ടടിക്കും. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനം ബി തരില്ല എന്നുകൂടി ഓർമ്മിക്കണം. ഇവർക്ക് വിജയിക്കാൻ സാധിക്കുന്ന കരിയർ മേഖലകൾ 4 എണ്ണമാണ്. 1, സർഗാത്മകമായ മേഖലകൾ, ചിത്രം വരയ്ക്കുക, സംഗീതം, സാഹിത്യം തുടങ്ങിയ കലാമേഖലകളിൽ ഇവർക്ക് ഒരു ജന്മവാസന ഉണ്ടാകും. ഈ ബി എന്ന് പറയുന്ന പേരിൽ തുടങ്ങുന്നവർക്ക് ഈ മേഖലയിൽ ഇവർ ഇറങ്ങിയാൽ അംഗീകാരങ്ങൾ ഉണ്ടാകും, നേട്ടങ്ങളും കൈവരിക്കുവാൻ കഴിയും. രണ്ടാമത്തേത് സേവന മേഖലകളാണ്. അധ്യാപനം, നഴ്സിംഗ്, സൈക്കോളജി തുടങ്ങിയ മറ്റുള്ളവർക്ക് സേവനം നൽകുന്ന സഹായിക്കുന്ന ജോലികളിൽ ഇവർക്ക് അങ്ങേയറ്റം തിളങ്ങുവാൻ സാധിക്കുന്നതാണ്. മൂന്നാമത് ഭക്ഷണവും ഹോസ്പിറ്റാലിറ്റി, പാചകം ചെയ്യാനും മറ്റുള്ളവരെ സൽക്കരിക്കുവാനും ഇഷ്ടമുള്ളവരാണ്. റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ടൂറിസം ബിസിനസ്, ഇതെല്ലാം ഇവർക്ക് വളരെ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കുന്ന മേഖലകളാണ്. നാലാമത്തേത് മീഡിയ ആൻഡ് PR വർക്കുകളാണ്. മൃദുവായ സംസാര ശൈലി ഉള്ളതുകൊണ്ടും നല്ല ക്ഷമ പ്രകടിപ്പിക്കുന്ന വ്യക്തികളുമായതുകൊണ്ടും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കൂടുതലായിരിക്കും. ജനങ്ങളുമായി സംവദിക്കുന്ന മേഖലകളിൽ ഇവർക്ക് പെട്ടെന്ന് ഉയർച്ചയുണ്ടാവും. കാരണം ആശയപരമായ ഒരു കാര്യം അവതരിപ്പിക്കുവാനും അതിനെപ്പറ്റി മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടുകൂടി നിന്ന് കേട്ട് തിരികെ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും കഴിവുള്ളവരാണ് ബി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാർ. അതുകൊണ്ട് മീഡിയ ആൻഡ് PR മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇവരുടെ ഭാവി എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. മികച്ച ഒരു കുടുംബ ജീവിതം ഉണ്ടാകുവാൻ ഇവർക്ക് സാധ്യതയുണ്ട്. മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയും സന്തുഷ്ടവും സമാധാനവും നിറഞ്ഞ
ഒരു കുടുംബവും ഇവർക്ക് ലഭിക്കുവാൻ ഏറെ സാധ്യതകളുണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു ബന്ധത്തിൽ ഇവർ അബദ്ധത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവർ അതിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയും ചെയ്യും. അവിടെ അവരുടെ ക്ഷമ അറ്റ് കഴിയുമ്പോൾ അത് അവർ അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്യും. മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും വലിയ സ്നേഹവും സപ്പോർട്ടുമൊക്കെ ഇവർക്ക് ലഭിക്കും. മനസ്സമാധാനവും സന്തോഷവും ഐശ്വര്യവുമൊക്കെയുള്ള ഒരു കുടുംബ ജീവിതം തന്നെയാണ് മിക്കവർക്കും കാണുന്നത്. സമ്പാദ്യശീലം ഉള്ള ഒരു സ്വഭാവക്കാരാണിവർ. കിട്ടുന്ന പണം ധൂർത്തടിക്കില്ല. ഭാവിയിലേക്ക് കരുതി വയ്ക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് നല്ലൊരു സമ്പാദ്യത്തിന് ഇവർ ഉടമകളാകും. ഇവർ വാങ്ങുന്ന സാധനങ്ങൾക്കും ചെലവഴിക്കുന്ന പണങ്ങൾക്കുമെല്ലാം കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നവരാണ്. ഇവരുടെ ഓരോ സാധനങ്ങളും, അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ ശരി തന്നെ, അവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ, അവരുടെ വാഹനങ്ങൾ, വസ്തുവകകൾ, ഇതെല്ലാം ഇവർ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി അളന്ന് കുറിച്ച് തന്നെയായിരിക്കും സൂക്ഷിക്കുന്നത്. അതിലൊരു കണിശതയും ഇവർ വെച്ച് പുലർത്തും. അത് അനാവശ്യമായി മറ്റുള്ളവർ കൈകാര്യം ചെയ്യുവാൻ അനുവദിക്കുകയോ അതിന് കേടുപാടുകൾ വരുത്തുവാനോ അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതോ ഒക്കെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഇവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഇവരുടെ വസ്തുവകകൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. അസാമാന്യ ക്ഷമ പുലർത്തുന്നവരാണ് എങ്കിൽ പോലും തങ്ങളുടേത് എന്ന് പറയുന്ന സാധനങ്ങൾ അനാവശ്യമായിട്ട്, ആ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം, അനാവശ്യമായി ഇവർ ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷേ മറ്റുള്ളവരുടെ സങ്കടം, ദുഃഖം, അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ മനസ്സലിവുള്ളവരും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവർ തീർച്ചയായും ഇവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഇവരുടെ സാധനങ്ങൾ, ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പലതും അത്തരത്തിലുള്ളവർക്ക് ദാനമായിട്ടോ സഹായമായിട്ടോ ഒക്കെ കൊടുക്കാൻ ഒരു മടിയില്ലാത്തവരാണ്. സമ്പാദ്യ ശീലമുണ്ട്, പിൽക്കാലത്ത് നല്ല സമ്പാദ്യത്തിന് ഉടമയാകും എന്നതിനൊപ്പം തന്നെ അർഹർക്ക് കരുണാമയനായി പ്രവർത്തിക്കുവാനും തയ്യാറുള്ള മനസ്സുള്ള വ്യക്തികളായിരിക്കും ഈ ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന വ്യക്തികൾ. മനോഹരമായ ഒരു വീട് സ്വന്തമാക്കുക എന്നത് ഇവരുടെ ഒരു ജീവിത ലക്ഷ്യമായിരിക്കും. ഇതവരുടെ വലിയൊരു സ്വപ്നം. അത് അവർ നിറവേറ്റുക തന്നെ ചെയ്യും. അത്തരം ഒരു ഭവനം ഇവർ നേടിയെടുക്കും. അതിൻ്റെ വലിപ്പമല്ല പ്രശ്നം. ഒരു ചെറിയ വീടായാലും അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു വീടായിരിക്കും. ആ വീട് ഇവരുടെ സ്വർഗമായിരിക്കും എന്ന് തന്നെ പറയാം. ഇവർക്ക് പൊരുത്തമുള്ള അക്ഷരങ്ങളുമായുള്ള ബന്ധങ്ങൾ, ഏതൊക്കെ അക്ഷരക്കാരുമായുള്ള ബന്ധങ്ങൾ ഇവർക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് കൂടി നോക്കാം. എ, ഡി, എച്ച്, ജെ, കെ ഈ 5 അക്ഷരങ്ങളിൽ പേരുകൾ തുടങ്ങുന്നവരുമായി നല്ല ബന്ധമുണ്ടാകും. ഇതിൽ എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാരുമായുള്ള ബന്ധം ഇവർക്ക് വലിയ സുരക്ഷിത ബോധവും വിശ്വാസവും ഒക്കെ നൽകും. കെയുമായുള്ള ബന്ധം കരിയറിൽ ഇവർക്ക് വലിയ വിജയങ്ങൾ നേടുവാൻ സഹായിക്കും. ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് രംഗത്തോ ഒക്കെ കെ എന്ന് പറയുന്ന വ്യക്തികളുമായി, കെയിൽ പേര് തുടങ്ങുന്ന വ്യക്തികളുമായുള്ള ബന്ധം ഇവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കും. ഇവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള അക്ഷരങ്ങൾ അഥവാ ചേർച്ചയില്ലാത്ത അക്ഷരങ്ങൾ എന്ന് പറയുന്നത് എസ്, പി, വി ഈ 3 അക്ഷരങ്ങളാണ്. ആശയവിനിമയത്തിൽ പോലും ഇവരുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റില്ല. ആശയപ്പൊരുത്തങ്ങൾ, വാക്ക് തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. എങ്കിലും ഒരു പ്രവർത്തന മേഖലയിലോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ടീം വർക്കിലോ ഒക്കെ ഈ ബി ചെന്നുപെട്ടാൽ ഈ എസ്, പി, വി എന്നീ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്ന വ്യക്തികളുമായി സഹകരിച്ച് പോകേണ്ടി വന്നാലും വിട്ടുവീഴ്ച മനോഭാവം ബിക്കാർക്കുള്ളത് കൊണ്ട് ബന്ധങ്ങൾ നിലനിർത്തുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. കാരണം ബിക്ക് അസാമാന്യമായ ക്ഷമയുള്ളതുകൊണ്ട് ഈ പറഞ്ഞ 3 അക്ഷരങ്ങൾ എസ്, പി, വി എന്നീ അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവർ കാണിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ ബി സഹിക്കും. അതുകൊണ്ട് ബന്ധങ്ങൾ ആവശ്യം അനുസരിച്ച് ആ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ബിക്ക് കഴിഞ്ഞേക്കും. ഇനി ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുടെ പോരായ്മകൾ അല്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി നോക്കാം. അമിതമായ സെൻസിറ്റിവിറ്റി, ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇവർ പെട്ടെന്ന് സങ്കടപ്പെടും. ഒരാളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ ഒരു സങ്കടകരമായ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ആ സങ്കടം മുഴുവൻ ഈ ബിക്കാരൻ അവൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കും. അങ്ങനെ സങ്കടപ്പെടുന്നത് ചിലർ ഈ ഒരു അവസ്ഥ, ഈ ഒരു മാനസികാവസ്ഥ മറ്റുള്ളവർ ചൂഷണം ചെയ്യുവാനും സാധ്യതയുണ്ട്. അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ വസ്തുതകൾ വന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് ബിയുടെ കയ്യിലിരിക്കുന്ന വസ്തുവകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന തരത്തിലൊരു ചൂഷണം അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ബിയുടെ ഈ ദുർബലാവസ്ഥ, ഒരു ദൗർബല്യം മുതലാക്കുന്ന ഒരു
അവസ്ഥ വരുന്നുണ്ട്. മാനസികമായി കൂടുതൽ കരുത്ത് നേടാനായിട്ട് ബി ശ്രമിക്കണം. ഇത്തരം ചൂഷണങ്ങളിൽ വീഴരുത്. സങ്കടപ്പെടേണ്ട കാര്യങ്ങൾക്ക് മാത്രം സങ്കടപ്പെടണം. തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കബളിപ്പിക്കുന്ന കാര്യങ്ങളിലെന്നും തങ്ങളുടെ ഈ ദൗർബല്യം വച്ച് മുതലാക്കുന്നവർക്കിടയിലെന്നും ചെന്ന് കബളിപ്പിക്കപ്പെടുവാനായിട്ട് ഇടയാകരുത്. പലപ്പോഴും തീരുമാനമെടുക്കാനുള്ളൊരു മടി ബിക്കാർ കാണിക്കാറുണ്ട്. കാര്യങ്ങൾ ഒന്ന് നീട്ടിവെക്കുന്നൊരു സ്വഭാവമുണ്ട്. എല്ലാം ഒന്ന് നന്നായി പഠിച്ച് കുറേയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനമെടുക്കാം. അല്ലെങ്കിൽ തങ്ങളോട് പെരുമാറുന്ന വ്യക്തികളോട് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നവർ തങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു പെരുമാറ്റത്തിന് തക്ക മറുപടി സ്പോട്ടിൽ കൊടുക്കും. പക്ഷേ ബി അത് ചെയ്യില്ല. ബി ക്ഷമിച്ച് കാര്യങ്ങൾ നീട്ടിവെക്കുക. ഏതുവരെ പോകും എന്ന് നോക്കാം, അതിനുശേഷം അങ്ങനെ പറയാം. അവർക്ക് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം തോന്നില്ലേ, അവർക്ക് എന്നോട് എന്ത് തോന്നും, അത് അവരെ വിഷമിപ്പിക്കില്ലേ എന്ന നിലയിലൊക്കെ ചില കാര്യങ്ങൾ ബി ചിന്തിക്കുന്നത് കൊണ്ട് തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ ബിക്ക് സാധിക്കാതെ വരും. അങ്ങനെ തീരുമാനം എടുക്കാൻ മടിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കും. ഇത് ഇവരെ ജീവിതയാത്രയിൽ പിന്നോട്ടടിക്കുവാൻ വളരെ സാധ്യതയുണ്ട്. ആ സ്വഭാവം മനഃപൂർവ്വമായി പരിഹരിച്ച് തന്നെ പോകണം. കൃത്യസമയത്ത് കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും സമയക്രമം പാലിക്കുവാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ തങ്ങളെ കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്നൊരു ആത്മവിശ്വാസക്കുറവ് ബിക്കാർക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കാറുണ്ട്. കാര്യം ചുറ്റും നിൽക്കുന്നവർ ചാടിക്കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ പ്രകടനം കാഴ്ചവെക്കുവാൻ ബിക്ക് കഴിയാറില്ല. അവർ വെയിറ്റ് ചെയ്യും. ആ ഒരു വെയിറ്റ് ചെയ്യുന്ന സ്വഭാവം അതൊരു ആത്മവിശ്വാസക്കുറവല്ലേ എന്ന് സ്വയം തന്നെ തോന്നും. എനിക്കത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഞാൻ മടിച്ചു നിൽക്കുന്നത് എന്ന ഒരു തോന്നൽ ഇവരിൽ അന്തർലീനമാകുവാൻ സാധ്യതയുണ്ട്. അത് മാറ്റിയെടുക്കുവാൻ ശ്രമിക്കണം. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ശീലിച്ചാൽ ഈ ആത്മവിശ്വാസക്കുറവിനെ പരിഹരിക്കുവാൻ കഴിയും. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് ബിയിൽ പേര് തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത്. അമിതമായ സെൻസിറ്റിവിറ്റി, ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുന്നത് ഒഴിവാക്കണം, കൃത്യമായി തീരുമാനങ്ങൾ എടുക്കണം, മറുപടി പറയേണ്ടടുത്ത് മറുപടി പറയണം, ധൈര്യമായി മുമ്പോട്ട് പോകണം, ആത്മവിശ്വാസക്കുറവിനെ മാറ്റിവെച്ച് എനിക്കും ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തയുമായി മുന്നോട്ട് പോകണം. ഈ കാര്യങ്ങൾ പരിഹരിച്ചാൽ ബിക്ക് വളരെ പെട്ടെന്ന് വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും. വളരെ മനോഹരമായ സ്വഭാവത്തിന് ഉടമകളാണ് ബി അക്ഷരക്കാർ. എപ്പോഴും സ്നേഹം ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാൻ വെമ്പുന്നവരുമാണ് ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ. അതുകൊണ്ട് തന്നെ ഇവരെ സ്നേഹിക്കുന്ന ഒരു ലോകം ഇവർക്ക് ചുറ്റും പടുത്തുയർത്തുവാൻ തീർച്ചയായും കഴിയും. ശാന്തമായ സ്വഭാവം, മനോഹരമായ ഭാഷണം, കരുണാർദ്രമായ പെരുമാറ്റം, സഹജീവികളോടുള്ള സ്നേഹം, ഇതൊക്കെ ബി എന്ന വ്യക്തിയെ മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെടുന്ന, എല്ലാവരും ആദരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റും. സംശയമില്ല. നിങ്ങൾ ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നൊന്ന് സ്വയം പരിശോധിക്കുക. നിങ്ങളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എത്രത്തോളം കൃത്യതയുണ്ട് എന്ന് ദയവായി കമൻറ്റ് ചെയ്യുക. ബി എന്ന പേരിൽ തുടങ്ങുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുത്തു നോക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.